ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രിസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് അനുസരിച്ചുള്ള സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇനി പഠിക്കുന്നത് രേഖാംശ രേഖകളെക്കുറിച്ചാണ്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. അപ്പം രേഖാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് എന്തെന്ന് പറയുന്നത്, രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ എന്താണ്, ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട്. നമ്മളിപ്പോൾ ഇത് ഗ്ലോബാണെങ്കിൽ ഇവിടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇത് വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഇനിയോ ഒരേ വലിപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളാണിവ. അപ്പോൾ ഈ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഒരേ വലിപ്പത്തിലുള്ളവ അർദ്ധവൃത്തങ്ങളാണ് ഏതെന്ന് പറയുന്നത്, രേഖാംശ രേഖകൾ. അപ്പോൾ ഇതിന് ഒരേ വലിപ്പമായിരിക്കുമുള്ളത്. ഇതേപോലെ അർദ്ധവൃത്തങ്ങളായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് നമ്മൾ ഈ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻ്റൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അക്ഷാംശ രേഖകളെ അടിസ്ഥാനമാക്കി എന്നൊക്കെ തരാം, പക്ഷെ അത് തെറ്റാണ്. രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത്. പ്രധാന രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശ രേഖയും അതുപോലെ 180 ഡിഗ്രി രേഖാംശ രേഖയും. ഇവ രണ്ടുമാണ് പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ. അപ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയും 180 ഡിഗ്രി രേഖാംശ രേഖയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. 1 ഡിഗ്രി ഇടവിട്ട് ഇരുധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ വരയ്ക്കുകയാണെന്ന് സങ്കല്പിക്കൂ. എങ്കിൽ നമുക്ക് 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ കഴിയും. അപ്പം നമ്മൾ രേഖാംശ രേഖകൾ വരയ്ക്കുമ്പോൾ എന്താണ്, ഇതേപോലെ 1 ഡിഗ്രി ഇടവിട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര രേഖാംശ രേഖകൾ വരയ്ക്കാൻ സാധിക്കും, 360 രേഖാംശ രേഖകൾ വരയ്ക്കാൻ സാധിക്കും. ഇവിടെ അക്ഷാംശ രേഖകൾ വരച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിത്രങ്ങൾ നിരീക്ഷിച്ച് പന്തിൽ രേഖാംശ രേഖകൾ വരച്ച് അളവുകൾ രേഖപ്പെടുത്താൻ സാധിക്കും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രേഖാംശ രേഖകൾ ഇതേപോലെ രേഖാംശ രേഖകൾ എന്ത് ചെയ്യാൻ കഴിയും, വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കണ്ടോ, 1 ഡിഗ്രി ഇടവിട്ടാണ് ഇവിടെ രേഖാംശ രേഖകൾ വരച്ചിരിക്കുന്നത്. ചിത്രം 4.6, 4.7 എന്നിവ നിരീക്ഷിക്കൂ. പ്രധാന രേഖാംശ രേഖകൾ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ലേ? ഗ്ലോബ് നിരീക്ഷിച്ച് ഈ രേഖകളെ തിരിച്ചറിയൂ. ഇവയുടെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാന രേഖാംശ രേഖകൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 2 രേഖാംശ രേഖകളുടെ ചിത്രങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ ഒന്നെന്ന് പറയുന്നത് ഏതാണ്, 0 ഡിഗ്രി രേഖാംശം. അപ്പോൾ 0 ഡിഗ്രി രേഖാംശമാണ് ഈ കാണുന്നത്. ഇത് 180 ഡിഗ്രി രേഖാംശമാണ്. ഇനി എന്താണെന്ന് നോക്കാം. അപ്പോൾ അതാ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ, ഈ 0 ഡിഗ്രി രേഖാംശം ഈ 0 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്ന ഈ കോണ്ടിനെൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വൻകര എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൻകരയിലൂടെ 0 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്നുണ്ട്. 0 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്ന ആ ഒരു ഇത് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്, ഏതിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, ആഫ്രിക്കൻ വൻകരയിലൂടെയും യൂറോപ്പിലൂടെയും എന്ത് കടന്നു പോകുന്നുണ്ട്, 0 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്നുണ്ട്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശം കടന്നു പോകുന്ന ആ ഒരു
കോണ്ടിനെൻ്റ്, അതായത് വൻകര ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? യൂറോപ്പിലൂടെയും ആഫ്രിക്കയിലൂടെയും 0° രേഖാംശ രേഖകൾ കടന്നു പോകുന്നുണ്ട്. ഇനി അതേപോലെ ഇവിടെ എന്താണ് വടക്ക് നമ്മുടെ ഈ ഒരു 180° രേഖാംശം കടന്നു പോകുമ്പോൾ ഈ 180° രേഖാംശം കടന്നു പോകുന്നത് നേരെ ഇവിടെ ഇങ്ങനെ 180° രേഖാംശമാണ് ഈ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 180° രേഖാംശം കടന്നു പോകുന്നത്. അത് തെക്ക് വരുമ്പോൾ നമ്മുടെ ഏതൊക്കെ കോണ്ടിനെൻ്റ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാം. എന്താണ്? 0° രേഖാംശ രേഖയെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ 0° രേഖാംശ രേഖയെ വിളിക്കുന്ന പേരെന്താണ്? ഈ കാണുന്ന 0° രേഖാംശ രേഖയാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ട് ഗ്രീനിച്ച് രേഖ എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ 0° രേഖാംശ രേഖ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? അതാണ് ഗ്രീനിച്ച് രേഖ. കാരണം ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി ഈ രേഖ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിനെ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. 0° രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് 180° രേഖാംശ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 0° രേഖാംശ രേഖയുടെ എതിർവശത്തായിട്ടാണ് ഏത് കാണപ്പെടുന്നത്? നമ്മൾ ഈ പറഞ്ഞ 180° രേഖാംശ രേഖ കാണപ്പെടുന്നത്. ഇനി ഇതിനെ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ വരച്ചിരിക്കുന്നത് ഈ ഒരു 180° അടിസ്ഥാനപ്പെടുത്തിയാണ്. കാരണം ഇതിങ്ങനെ വളച്ചാണ് വരച്ചിരിക്കുന്നത്. അതിനും ചില കാരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വേറെ ക്ലാസ്സുകളിലൊക്കെ പഠിക്കും. അപ്പോൾ എന്താണ്? 0° രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയാണ് ഏത് രേഖ? 180° രേഖാംശ രേഖ എന്ന് പറയുന്നത്. ഇതിനെ ആധാരമാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഒരു നേർരേഖയല്ല. കാരണം അന്വേഷിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയാം അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് പറയുന്നത് ഇത് ഒരു നേർരേഖയല്ല. മറിച്ച് ഇവിടെയൊക്കെ ഒന്ന് ഉന്തി, ഇവിടെയൊക്കെ ഒന്ന് ഉന്തിയും ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് തള്ളിയുമൊക്കെ ഇരിപ്പുണ്ട്. അത് എന്താണെന്ന് നമ്മൾ വേറെ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളമെന്നും, അതായത് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായി തരംതിരിക്കാം. അപ്പോൾ എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും നമ്മുടെ ഈ ഭൂമിയെ തരംതിരിച്ചിരിക്കുന്നത്? പ്രൈം മെറിഡിയനെ, അതായത് നമ്മുടെ 0° രേഖാംശ രേഖയെ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖയെ ആധാരമാക്കിയാണ് നമ്മൾ ഭൂമിയെ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നത്. അതായത് കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ കിഴക്കൻ രേഖാംശങ്ങളെന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങളെന്നും വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് നമ്മുടെ പ്രൈം മെറിഡിയൻ കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് തിരിച്ചു. അപ്പോൾ ഇതിൽ പടിഞ്ഞാറ് ഭാഗത്ത്, ഇത് പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ്, ഇതിനെ നമ്മൾ പടിഞ്ഞാറൻ അർദ്ധഗോളമെന്നും ഇത് കിഴക്ക് ഭാഗത്തുള്ളതാണ്, ഇതിനെ നമ്മൾ കിഴക്കേ അർദ്ധഗോളമെന്നും രണ്ടായി തരംതിരിച്ചു. ഇനി ദേ നോക്കിയേ, ഈ ചിത്രം നിരീക്ഷിച്ച് പടിഞ്ഞാറേ അർദ്ധഗോളവും കിഴക്കേ അർദ്ധഗോളവും തിരിച്ചറിയൂ. ചുവടെ നൽകിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ അർദ്ധഗോളത്തിലാണെന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് ഗ്ലോബിൻ്റെ സഹായത്തോടെ കണ്ടെത്തി രാജ്യങ്ങളുടെ നേരെ രേഖപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മുടെ പടിഞ്ഞാറേ അർദ്ധഗോളത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, കിഴക്കേ അർദ്ധഗോളത്തിൽ വരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് പറയാം ഇന്ത്യ എന്ന് പറയുമ്പം ഏത് അർദ്ധഗോളത്തിലാണ്? ഉറപ്പായിട്ടും ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പറയാം കിഴക്കേ അർദ്ധഗോളത്തിൽ വരുന്ന രാജ്യമാണ്. അപ്പോൾ കിഴക്കേ അർദ്ധഗോളത്തിൽ വരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇനി അമേരിക്കൻ ഐക്യനാടുകൾ നോക്കാം. അമേരിക്കൻ ഐക്യനാടുകൾ ഏതാണ്? പശ്ചിമ അർദ്ധഗോളത്തിലാണ് ഉൾപ്പെടുന്നത്. പശ്ചിമ അർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകൾ.
അപ്പോൾ നമുക്ക് പറയാം എന്താണ്, പശ്ചിമാർദ്ധഗോളത്തിലാണ്, പശ്ചിമാർദ്ധഗോളം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് ഉൾപ്പെടുന്നത്, അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ബ്രസീൽ ഉൾപ്പെടുന്നത് നമുക്കറിയാം അമേരിക്കൻ ഐക്യനാടുകൾ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ബ്രസീൽ ഉൾപ്പെടുന്നതും പശ്ചിമാർദ്ധ ഗോളത്തിലാണ് നമ്മുടെ ബ്രസീൽ ഉൾപ്പെടുന്നത്. ഇനി ഇന്തോനേഷ്യ ആണെങ്കിൽ ഏതാണ്, കിഴക്കൻ അതായത് നമ്മുടെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഒരു ഇന്തോനേഷ്യ ഉൾപ്പെടുന്നത്. കിഴക്കൻ അർദ്ധഗോളത്തിലാണ് ഇന്തോനേഷ്യ ഉൾപ്പെടുന്നത്. ഇനി അക്ഷാംശ രേഖാംശ രേഖകൾ പരിചയപ്പെട്ടു നമ്മൾ. അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രദേശം എടുക്കുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനമൊക്കെ നിർണ്ണയിക്കുന്നെങ്കിൽ അത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്, നമ്മൾ അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഭൂമിയിൽ ഒരു വസ്തുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്, അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അക്ഷാംശ രേഖകളും ഇതുപോലെ രേഖാംശ രേഖകളും ഇങ്ങനെ ചേർത്ത് വരച്ചിരിക്കുന്ന ഒരു അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് ഈ തന്നത്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക നമ്മൾ കണ്ടല്ലോ. ഇനി ഇതിനെ ഗ്രാറ്റിക്കൂൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രാറ്റിക്കൂൾ എന്നാണ് അക്ഷാംശ രേഖാംശ രേഖയുടെ ജാലികയെ അറിയപ്പെടുന്നത്. ഗ്രാറ്റിക്കൂൾ എന്നാണ് വിളിക്കുന്നത്. ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കാണാത്തവരൊക്കെ കണ്ടുപിടിക്കുക. ഇനി ചിത്രം നിരീക്ഷിക്കൂ. ഇന്ത്യയുടെ സ്ഥാനം ഏതൊക്കെ അക്ഷാംശ രേഖാംശങ്ങൾക്കിടയിലാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം തന്നിട്ടുണ്ട്. ഇത് ഏതൊക്കെ അക്ഷാംശ രേഖാംശ രേഖകൾക്കിടയിലാണ്. ഇന്ത്യയുടെ സ്ഥാനം, അക്ഷാംശ സ്ഥാനം നോക്കുകയാണെങ്കിൽ 8 ഡിഗ്രി വടക്ക്, ഇവിടെ 8 ഡിഗ്രി വടക്ക് മുതൽ 38 ഡിഗ്രി വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്, ഇവിടെ 8 ഡിഗ്രി വടക്ക് മുതൽ 8 ഡിഗ്രി വടക്ക് ഇന്ത്യയുടെ സ്ഥാനമാണ്. 8 ഡിഗ്രി വടക്ക് മുതൽ ഏതുവരെയാണ്, 38 ഡിഗ്രി വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അപ്പോൾ നമ്മൾ ഇതിവിടെ എഴുതി വയ്ക്കുക. 8 ഡിഗ്രി വടക്ക് മുതൽ നോർത്ത് ടു 38 ഡിഗ്രി. ഇത് കറക്റ്റ് ഇത് ഇത്ര അല്ല, ഇതിന് വ്യത്യാസമുണ്ട്. 37.6 ഡിഗ്രി ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ കറക്റ്റ് ഇതെന്ന് പറയുന്നത് 37.6 ഡിഗ്രി നോർത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 8 ഡിഗ്രി 4 മിനിറ്റ് അങ്ങനെയാണ് വരുന്നത്. 8 ഡിഗ്രി 4 നോർത്ത് മുതൽ ആണ് നമ്മൾ കണക്കാക്കുന്നത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇനി രേഖാംശം പറയുമ്പോൾ നമ്മൾ പറയും എങ്ങനെയാണ്, 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെയാണ്. 98 ഡിഗ്രി കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. അതിലും വ്യത്യാസമുണ്ട്. 67 സംതിങ് ആണ്. അതേപോലെ 97 ഇതായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഭൂപ്രക്ഷേപങ്ങളെക്കുറിച്ചാണ്. മാപ്പ് പ്രൊജക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളുടെ സൂക്ഷ്മമായ പഠനത്തിന് ഗ്ലോബ് മാത്രം മതിയാകുമോ? ഇന്ത്യയുടെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് നമ്മെ സഹായിച്ചത്. ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് ഈ അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയാണ്. അപ്പോൾ ഭൂപട നിർമ്മാണത്തിനുള്ള ചട്ടക്കൂട് എന്ത് മനസ്സിലാക്കിയിട്ടാണ്, അക്ഷാംശ രേഖാംശങ്ങളുടെ ജാലികയിൽ അനുസരിച്ചാണ് നമ്മൾ ഭൂപടം നിർമ്മിക്കുന്നത്. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഭൂപടം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം.
ഭൂമിയുടെ ഉപരിതലം വക്രമാണെങ്കിലും ഭൂപടം നിർമ്മിക്കേണ്ടത് പരന്ന പ്രതലത്തിലാണ്. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം വക്രാകൃതിയാണ് എങ്കിലും നമ്മൾ ഭൂപടം നിർമ്മിക്കുന്നത് ഒരു പരന്ന പ്രതലത്തിലാണ്. ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നത് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയാണ്. അപ്പോൾ ഭൂപടം നമ്മൾ നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ ഉരുണ്ട പ്രതലം, നമ്മൾ ഗ്ലോബ് എന്ന് പറയുന്ന ഒരു ഉരുണ്ട പ്രതലമാണ്. അപ്പോൾ ഈ ഉരുണ്ട പ്രതലത്തിലെ സവിശേഷതകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുന്നു. അതാണ് ഭൂപട നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളി. ഒരു ഗ്ലോബിനെ പരത്തി നമുക്ക് എങ്ങനെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും? ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് പരത്തി നോക്കിയാലോ. ദാ ഇവിടെ ഒരു ഗ്ലോബ് തന്നിട്ടുണ്ട്. ആ ഗ്ലോബിനെ ഇവർ പരത്തി ഒരു ഭൂപടമാക്കി നിർമ്മിച്ചിരിക്കുന്നതാണ് ദാ ഇവിടെ നമ്മൾ കാണുന്നതും. ഇനി എന്താണ്? ഗ്ലോബിനെ പരന്ന പ്രതലമാക്കി മാറ്റിയപ്പോൾ ധ്രുവപ്രദേശങ്ങളും ചില വൻകരകളും മുറിഞ്ഞു പോയതായി കാണുന്നില്ലേ? അപ്പം നമ്മൾ ഗ്ലോബിനെ എടുത്ത് പരന്ന പ്രതലത്തിലോട്ട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ധ്രുവപ്രദേശങ്ങൾ നമ്മൾ ഈ ഗ്ലോബിൽ വരയ്ക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളുണ്ടല്ലോ, ഈ ധ്രുവപ്രദേശങ്ങളും മറ്റ് ചില വൻകരകളും മുറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ വികലമായ ഭൂപടമാകും കിട്ടുക. അപ്പം ഇങ്ങനെ നമ്മൾ ഗ്ലോബിനെ പരത്തി ഭൂപടം നിർമ്മിച്ചാൽ നമുക്ക് കിട്ടുന്ന ഭൂപടം എങ്ങനെ? വികലമായിട്ടുള്ളത്, അവികൃതമായിട്ടുള്ള ഭൂപടമായിരിക്കും ലഭിക്കുക. ഗ്ലോബിനെ ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് പൊതിഞ്ഞ ശേഷം ഭൂഖണ്ഡങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മടക്കുകളും ചുളിവുകളും കാരണം അപാകതകൾ നിറഞ്ഞ ഭൂപടമല്ലേ നമുക്ക് ലഭിക്കുക. ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ ഇത്തരത്തിലുള്ള അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് എങ്ങനെ പകർത്തി ഒരു ഭൂപടം നിർമ്മിക്കാം? അങ്ങനെ നമ്മൾ ഭൂപടം നിർമ്മിക്കണമെങ്കിൽ അതിന് നമ്മൾ എന്ത് വേണം? അതിനായി ഭൂപ്രക്ഷേപങ്ങൾ എന്ന സങ്കേതം ഉപയോഗിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂപ്രക്ഷേപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്? ഗ്ലോബിൻ്റെ ഗോളാകൃതിയിലുള്ള ഗ്ലോബിൻ്റെ ഉപരിതല സവിശേഷതകളെ അപാകതകളില്ലാതെ പരന്ന പ്രതലത്തിലേക്ക് പകർത്തി ഭൂപടം നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ, അതിന് പറയുന്ന പേരാണ് ഭൂപ്രക്ഷേപങ്ങൾ. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. അപ്പോൾ ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. സുതാര്യമായ ഗ്ലോബിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ച് അക്ഷാംശ രേഖാംശ രേഖകളും ഭൂതല സവിശേഷതകളും പരന്ന പ്രതലത്തിലേക്ക് മാറ്റി വരയ്ക്കുകയാണ് പരമ്പരാഗത രീതി എന്ന് പറയുന്നത്. ഇവ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സ്ഫടിക ജാർ വായ്ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ വയ്ക്കുക. ജാറിൻ്റെ ഉപരിതലത്തിൽ ചിത്രങ്ങൾ കാണുന്നത് പോലെ മാർക്കർ പെൻസിൽ ഉപയോഗിച്ച് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും വരച്ചു നോക്കൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചിത്രം 4:11 നിങ്ങളൊന്ന് നോക്കിയാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു. നമ്മൾ ഒരു ഗ്ലാസ് ജാർ പോലെ ഒരു സ്ഫടിക ജാർ നമ്മൾ എടുക്കുന്നു. അതിൻ്റെ വായ്ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ അത് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ജാറിൻ്റെ ഉപരിതലത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ മാർക്കർ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് അക്ഷാംശ രേഖാംശ ജാലികകൾ വരയ്ക്കാം. ഈ സ്ഫടിക ജാറിന് മുകളിലായി ഒരു പരന്ന പ്രതലം വയ്ക്കുക. ജാറിനുള്ളിൽ ഒരു പ്രകാശ സ്രോതസ് വയ്ക്കുക. എന്താണ് കാണുന്നത്? അപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് കാണാം? ജാറിന് മുകളിൽ വച്ചിട്ടുള്ള അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴൽ പരന്ന പ്രതലത്തിലേക്ക് പതിയുന്നത് കാണാം. ഈ ജാലികയെ പരന്ന പ്രതലത്തിൽ വരച്ചെടുക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഭൂപടത്തിലോട്ട് എന്ത് ചെയ്യുന്നത്? ഈ ജാലിക വരച്ചെടുക്കുന്നത്. വരച്ചെടുത്ത അക്ഷാംശ രേഖാംശ രേഖകളുടെ ഡിഗ്രി അളവുകൾ രേഖപ്പെടുത്തിയതിന് ശേഷം അവയെ അടിസ്ഥാനമാക്കി ഭൂഖണ്ഡങ്ങളോ രാജ്യങ്ങളോ വരച്ച് ചേർത്ത് ഭൂപടം നിർമ്മിക്കാവുന്നതാണ്. അപ്പോൾ ഭൂപടം നിർമ്മിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് ഇവിടെ പറഞ്ഞത്. ഈ രീതിയിൽ ഭൂമിയിലെ ഏതു പ്രദേശത്തിൻ്റെയും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി ആ പ്രദേശത്തിൻ്റെ ഭൂപടം നിർമ്മിക്കാൻ കഴിയും. വ്യത്യസ്ത ആകൃതിയിലുള്ള പ്രതലങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത്. പ്രതലം, പ്രകാശ സ്രോതസ് എന്നിവയുടെ സ്ഥാനം മാറ്റി വിവിധങ്ങളായ ഭൂപ്രക്ഷേപങ്ങൾ തയ്യാറാക്കാൻ കഴിയും. പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ
ഭൂപ്രക്ഷേപങ്ങളെ 3ആയി തരംതിരിക്കാം. അപ്പം നമുക്ക് ഈ പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂപ്രക്ഷേപങ്ങളെ എത്രയായി തരംതിരിക്കാം? 3ആയിട്ട് തരംതിരിക്കാം. ഭൂപ്രക്ഷേപങ്ങൾ 3 വിധത്തിലുണ്ട്. അതിലൊന്നാമത്തേതാണ് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം. അപ്പോൾ എന്താണ് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് നമുക്ക് നോക്കാം. സുതാര്യമായ ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിരിക്കുന്നു. അപ്പോൾ സുതാര്യമായ ഒരു ഗ്ലോബ് ദാ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഗ്ലോബിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ഇനിയുള്ളത് നമ്മുടെ അതിനെ ആവരണം ചെയ്ത് സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലം വരച്ചിരിക്കുന്നു. അപ്പോൾ അതേ നോക്കിയേ, ഇവിടെ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പ്രതലം തന്നിരിക്കുന്നു. ഇത് കണ്ടോ, സിലിണ്ടർ ആകൃതിയിൽ നമുക്ക് ഒരു പ്രതലം എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്നുണ്ട്. ഇനി എന്താണ്? ഇനി ഈ ഗ്ലോബിനെ വലയം ചെയ്തിരിക്കുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു. അപ്പോൾ ഈ ഒരു സിലിണ്ടർ ആകൃതിയിലുള്ള ഈ ഒരു പ്രതലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു. അപ്പോൾ ഇതാണ് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രകാശ സ്രോതസ് സജ്ജീകരിച്ചതിന് ശേഷം ആ സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിലേക്ക് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്ന് പറയും. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായിട്ട് ഈ ഭൂപ്രക്ഷേപം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്: ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപം ഏത് പ്രക്ഷേപമാണ്? സിലിണ്ട്രിക്കൽ പ്രക്ഷേപം. അപ്പം നമ്മളത് ഓർത്തു വയ്ക്കുക. സിലിണ്ട്രിക്കൽ പ്രക്ഷേപത്തിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത്. സിലിണ്ടർ ആകൃതിയിലുള്ള പ്രതലത്തിൽ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ദാ ഇവിടെ തന്നിരിക്കുന്നത്. ഇനി പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടം എങ്ങനെയാണെന്നാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പരന്ന പ്രതലത്തിൽ നിർമ്മിച്ചാൽ നമുക്ക് ദാ ഇങ്ങനെയാണ് കിട്ടുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് അടുത്ത ശീർഷതല പ്രക്ഷേപം. അപ്പോൾ എന്താണ് ശീർഷതല പ്രക്ഷേപം? നോക്കാം. അപ്പോൾ നമ്മൾ ചിത്രം 4 ഇവിടെ തന്നിട്ടുണ്ട്. ചിത്രം 4:1-4 എന്താ പറയുന്നത്? ഏത് പ്രദേശത്തെ അക്ഷാംശ രേഖകളുടെ ജാലിക പകർത്തുന്നതിനായിട്ടാണ് ശീർഷതല പ്രക്ഷേപം ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു, സുതാര്യമായ ഒരു ഗ്ലോബിൻ്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സും ഇവിടെ നമ്മൾ സുതാര്യമായ ഒരു ഗ്ലോബ് തന്നിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്ത് പ്രകാശ സ്രോതസ്സ് നൽകിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? പ്രകാശ സ്രോതസ്സ് തെളിക്കുമ്പോൾ മുകളിൽ വരച്ചിട്ടുള്ള പ്രതലത്തിൽ ആ പ്രദേശത്തെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക തെളിയുന്നു. ഇത് കണ്ടോ, ഈ ഒരു നിഴലിൽ നമ്മൾ പ്രകാശം നൽകുമ്പോൾ ഇവിടെ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക ഇതേപോലെ തെളിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിൽ ശീർഷതല പ്രക്ഷേപം ഉപയോഗിച്ച് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക ഒരു പരന്ന പ്രതലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? തയ്യാറാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഒരു പ്രക്ഷേപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ശീർഷതല പ്രക്ഷേപം എന്തിനാണ് ഉപയോഗിക്കുന്നത്? പരന്ന പ്രതലത്തിൽ ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ശീർഷതല പ്രക്ഷേപമാണ്. അപ്പോൾ ശീർഷതല പ്രക്ഷേപം എന്ത് ചെയ്യുന്നു? ധ്രുവപ്രദേശങ്ങളുടെ ഭൂതല സവിശേഷതകൾ പകർത്തുന്നതിന് നിർമ്മിക്കുന്ന ഭൂപ്രക്ഷേപമാണ് ശീർഷതല പ്രക്ഷേപം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ്? സിലിണ്ട്രിക്കൽ പ്രക്ഷേപം എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപമാണ് ഏത്? സിലിണ്ട്രിക്കൽ പ്രക്ഷേപം. അപ്പോൾ 2 പ്രക്ഷേപങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 3ാമത്തെ പ്രക്ഷേപത്തിലേക്ക് പോകുന്നു, കോണിക്കൽ പ്രക്ഷേപം. അപ്പം നോക്കാം എന്താണ് കോണിക്കൽ പ്രക്ഷേപം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ, ഒരു കോണാകൃതിയിലുള്ള പ്രക്ഷേപമാണ്. നമ്മൾ കോൺ ഐസ്ക്രീം തലതിരിച്ച് പിടിക്കുമ്പോഴുള്ള ആ ഒരു പ്രക്ഷേപമാണ് എന്ത് ചെയ്യുന്നത്? കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക പകർത്തി നിർമ്മിച്ചാൽ ലഭിക്കുന്ന ഭൂപടമാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ കോണാകൃതിയിൽ വരച്ച് നമ്മളൊരു പാവാട
പാവാടയുടെ ആ ഒരു മോഡലിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ നോക്കാം. ഏത് പ്രതലത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ച് ഭൂപടം നിർമ്മിക്കുന്നു. മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഈ ഭൂപ്രക്ഷേപം കൂടുതലായി ഉപയോഗിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തം മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രക്ഷേപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കോണിക്കൽ പ്രക്ഷേപമാണ്. അപ്പോൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന പ്രക്ഷേപ രീതിയാണ് കോണിക്കൽ പ്രക്ഷേപം. അക്ഷാംശ രേഖാംശ രേഖകളുടെ നിഴലുകൾ കോണാകൃതിയിലുള്ള പ്രതലത്തിൽ വരച്ചെന്ത് ചെയ്യുന്നു? ഭൂപടം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഭൂപ്രക്ഷേപങ്ങളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയ ഒരു ആശയ ഭൂപടം പൂർത്തിയാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ഭൂപ്രക്ഷേപങ്ങളുടെ സവിശേഷതകൾ? പ്രക്ഷേപതലം പരന്നതാണ്. അപ്പോൾ ഭൂപ്രക്ഷേപങ്ങൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പ്രക്ഷേപതലം എങ്ങനെയാണ്? പരന്നതാണ്. പൊതുവെ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് നമ്മൾ ശീർഷതല പ്രക്ഷേപമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശീർഷതല പ്രക്ഷേപമാണ് ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സിലിണ്ടറിക്കൽ പ്രക്ഷേപം പറഞ്ഞു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു പ്രക്ഷേപമാണ് ഏത്? നമ്മുടെ സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടർ ആകൃതിയിലുള്ള പ്രക്ഷേപം അത്. അപ്പോൾ ഈ വിവര വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവശ്യ സന്ദർഭങ്ങളിൽ നമ്മൾ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ഇതിനെ എന്ത് ചെയ്യുന്നു? ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് വിവര വ്യവസ്ഥ. ഭൂപടങ്ങളും അടിസ്ഥാന വിവര സ്രോതസ്സുകളായി ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം നമ്മൾ ഒരു ഭൂപടം എന്ത് ചെയ്യാറുണ്ട്? അടിസ്ഥാന വിവര സ്രോതസ്സായിട്ട് ഇവിടെ ഉപയോഗിക്കാറുണ്ട്, ഭൂവിവര വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഭൂപടങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു. അപ്പോൾ ഈ GIS എന്താ നമ്മൾ ചെയ്യുന്നത്? ജോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നതാണ് GISൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഭൂപടങ്ങളെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഈ ഡിജിറ്റൽ ഭൂപടത്തെ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ആ ഭൂപടങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ഡിജിറ്റൽ രൂപത്തിലാക്കി അക്ഷാംശ രേഖാംശ സ്ഥാനം നിർണ്ണയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഈ ഡിജിറ്റൽ ഭൂപടത്തെ നമ്മൾ അടിസ്ഥാന ഭൂപടമാക്കിക്കൊണ്ട് അതിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നത്. ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഭൂപട നിർമ്മാണത്തിനും വിഭവ പരിപാലനത്തിന്, പ്രകൃതി ദുരന്ത നിവാരണത്തിന്, ടൂറിസം, ഗതാഗതം ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഏത് സംവിധാനമാണ്? GIS സംവിധാനമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം, ദിശ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവ തിരിച്ചറിയുന്നതിന് ഭൂതല വിശകലനവും ഭൂപട വായനയും അനിവാര്യമാണ്. അപ്പം നമ്മൾ ഭൂതല വിശകലനം അതുപോലെ ഭൂപട വായന എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളുടെയും കൃത്യമായ സ്ഥാനം കണ്ടുപിടിക്കണം, ദിശ, അതിന് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതൊക്കെ തിരിച്ചറിയാനാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഭൂതല വിശകലനവും ഭൂപട വായനയും ചെയ്യുന്നത്. ഭൗമോപരിതലത്തിലെ ജലസ്രോതസ്സുകൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ,
ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ മുതലായവ ചിത്രീകരിച്ചിട്ടുള്ള വ്യത്യസ്ത ഭൂപടങ്ങൾ ആധുനിക കാലത്ത് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ പരന്ന പ്രതലത്തിലേക്ക് പകർത്തുമ്പോൾ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിഞ്ഞല്ലോ. നിത്യജീവിതത്തിൽ ഭൂപടങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവസരങ്ങളിൽ ശരിയായ ഭൂപട വായന അനിവാര്യമാണ്. അപ്പം നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഭൂപടം എങ്ങനെ നിർമ്മിക്കാം, ഭൂപടങ്ങളുടെ വായന എങ്ങനെയാണ്, ഭൂപ്രക്ഷേപങ്ങൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം കണ്ടെത്തിയതുപോലെ തന്നിട്ടുള്ള രാജ്യങ്ങളുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം ഗ്ലോബ്, അറ്റ്ലസ്, ലോകഭൂപടം എന്നിവയുടെ സഹായത്തോടെ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ രാജ്യങ്ങളുടെയും അക്ഷാംശ സ്ഥാനം, രേഖാംശ സ്ഥാനം എന്നിവ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജപ്പാൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അക്ഷാംശ സ്ഥാനം ഏതു മുതൽ ഏതുവരെ, രേഖാംശ സ്ഥാനം ഏതു മുതൽ ഏതുവരെ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജപ്പാൻ്റെ അക്ഷാംശ സ്ഥാനം 24 ഡിഗ്രി നോർത്ത്, 24 ഡിഗ്രി നോർത്ത് മുതൽ 46 ഡിഗ്രി നോർത്ത് വരെയാണ്. 46 ഡിഗ്രി നോർത്ത് വരെയാണ് ജപ്പാൻ്റെ അക്ഷാംശ സ്ഥാനം. ഇനി രേഖാംശ സ്ഥാനം എത്രയാണ്? 123 ഡിഗ്രി ഈസ്റ്റ്, 123 ഡിഗ്രി ഈസ്റ്റ് മുതൽ 146 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് ജപ്പാൻ്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ശ്രീലങ്കയുടേതാണെങ്കിലോ, ശ്രീലങ്കയുടേത് 5 ഡിഗ്രി 55 നോർത്ത് മുതൽ ഏതുവരെയാണ്? 9 ഡിഗ്രി 51 നോർത്ത് വരെ, 9 ഡിഗ്രി 51 നോർത്ത് വരെയാണ് ശ്രീലങ്കയുടെ കേട്ടോ ശ്രീലങ്കയുടെ അക്ഷാംശ സ്ഥാനം. ഇനി രേഖാംശ സ്ഥാനം നോക്കുകയാണെങ്കിൽ, ശ്രീലങ്കയുടെ രേഖാംശ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഏതു മുതൽ ഏതുവരെയാണെന്ന് പറയാം. രേഖാംശ 79 ഡിഗ്രി 41 ഈസ്റ്റ് മുതൽ, 79 ഡിഗ്രി 41 ഈസ്റ്റ് മുതൽ 81 ഡിഗ്രി 53 ഈസ്റ്റ് വരെയാണ്. ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇനി സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള PSC പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം. ഇനി ഓസ്ട്രേലിയയുടേതാണെങ്കിൽ നമുക്ക് 10 ഡിഗ്രി സൗത്ത് മുതൽ, ഓസ്ട്രേലിയ വരുമ്പോൾ താഴെയല്ലേ വരുന്നത്, ദക്ഷിണാർദ്ധഗോളത്തിലാണല്ലോ, അപ്പോൾ 10 ഡിഗ്രി സൗത്ത് മുതൽ ഏതുവരെ? 44 ഡിഗ്രി സൗത്ത് വരെയാണ് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി രേഖാംശ രേഖയുടെ സ്ഥാനം ഏതു മുതൽ ഏതുവരെയാണ്? 113 ഡിഗ്രി ഈസ്റ്റ് മുതൽ, 113 ഡിഗ്രി ഈസ്റ്റ് മുതൽ 154 ഡിഗ്രി ഈസ്റ്റ് വരെയാണ് ആരുടെ സ്ഥാനം? ഓസ്ട്രേലിയയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അക്ഷാംശ രേഖാംശ സ്ഥാനം. ഇതേപോലെ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഗ്ലോബ്, അറ്റ്ലസ്, ലോകഭൂപടം എന്നിവയുടെ സഹായത്തോടെ തന്നിരിക്കുന്ന ലോകരാജ്യങ്ങൾ ഏത് അർദ്ധഗോളത്തിൽ ഉൾപ്പെടുന്നു എന്ന് പട്ടികയിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പട്ടികയായിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ നമ്മൾ നമ്മുടെ നോട്ട് അടുത്തൊരു വീഡിയോ ക്ലാസ് നോട്ടായിട്ട് നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾ ഇത് നോട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, 2 അർദ്ധഗോളങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ക്ലാസ്സിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർക്ക് ഷീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ അക്ഷാംശം എന്ന് പറയുന്നത് 0 ഡിഗ്രി അക്ഷാംശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം എന്ന് പറയുന്നത് ഏതാണ്? നോർത്തേൺ വടക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വടക്ക് അർദ്ധഗോളം. ഭൂമധ്യരേഖയ്ക്ക് നമ്മൾ പറയും ഉത്തരാർദ്ധഗോളം എന്ന് പറയും.
പറയും. ഇനി ദക്ഷിണാർദ്ധഗോളം എന്ന് പറയുമ്പോൾ ഏതാണ്? ഭൂമധ്യരേഖയ്ക്ക് തെക്കുള്ള അർദ്ധഗോളമാണ് ദക്ഷിണാർദ്ധഗോളം. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് നമ്മൾ പറഞ്ഞ അക്ഷാംശ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ചോദിച്ചാൽ അത് രേഖാംശ രേഖയാണ്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീനിച്ച് രേഖയാണ്. അതുപോലെ 180 ഡിഗ്രി രേഖാംശ രേഖ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ തുടർ പ്രവർത്തനങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓരോരോ ക്ലാസ്സുകളിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവർ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കണ്ടാലും കണ്ടില്ലെങ്കിലും എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്